എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കുരുമുളകൊക്കെ നട്ടിട്ട് പിന്നെ വീഡിയോ ഒന്നും അധികം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത്. അത് നട്ട് കഴിഞ്ഞാൽ നമുക്കിതിന് കുറച്ച് സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളാണ് കൊണ്ടുപോകണത്. ഇത് അതിൻ്റെ അടിയിൽ വയ്ക്കാനുള്ള കുറ്റി, പിന്നെ ചാക്ക് ചരട് വേണം. ഇത് നമ്മുടെ വീട് മാറ്റ് ഉറപ്പിക്കാനുള്ള കുറ്റിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോണത്. നട്ട സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കുരുമുളകൊന്നും ശരിക്കും വളർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കതിന് പ്രത്യേകിച്ച് സപ്പോർട്ടും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ കുറച്ച് വളർന്ന് വന്നതിന് ശേഷമാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. അത് മാത്രമല്ല, തുടക്കത്തിൽ കുരുമുളക് നട്ടിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വേര് പിടിക്കാനുള്ള പാട്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും മുഴുവൻ തൈകളൊന്നും വേര് പിടിച്ചിട്ടില്ല. നമ്മൾ ഏകദേശം ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞു നട്ടിട്ടാ. പക്ഷേ എന്താ സംഭവം എന്നറിയില്ല, ഉണങ്ങി പോയിട്ടുമില്ല. ചിലത് പിടിച്ച് നല്ല കരുത്തോടു കൂടെ കയറി വന്നിട്ടുണ്ട്, ചിലത് ലേറ്റായിട്ട് കൂമ്പെടുത്ത് വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ആണ് ഇത് വളർന്നു വരുന്നത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ചെയ്യണോണ്ട് എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ, ലാസ്റ്റായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഡോളോമൈറ്റ് ഇതിൻ്റെ കടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ മണ്ണിൻ്റെ pH ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 6 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പോയിൻ്റ്. അപ്പോൾ നമുക്ക് മണ്ണിന് pH, ഇത് ചെടികൾ വളരാൻ നല്ല pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6.5 to 7 ഒക്കെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ pH 6 ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ അതാണോ കാരണം എന്നറിയില്ല, തൈയിനൊരു വളർച്ച വരാനത്. അപ്പോൾ നമ്മളതിന് ഡോളോമൈറ്റ് കടയ്ക്ക് ഇങ്ങനെ കടയിൽ ഇങ്ങനെ ചുറ്റും ഡോളോമൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 5-10 ദിവസം ആയിട്ടുണ്ട്. നമ്മളിനി pH ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി pH ടെസ്റ്റ് ചെയ്താലേ നമുക്കിത് അറിയുള്ളൂ. അപ്പോൾ ഈ ചെടിയൊക്കെ തുടക്കത്തിൽ വളരെ ചെറിയ ഹൈറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതിന് നമ്മൾ സപ്പോർട്ട് കൊടുത്തില്ല. ഇനിയിപ്പോൾ ഇതിപ്പോൾ വളർന്നു. എനിക്ക് തോന്നുന്നു ഇത് 1, 2, 3, 4ാമത്തെ ഇലയാണ് കയറി വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് 1.5 മാസം കഴിഞ്ഞു ഏകദേശം. അപ്പോൾ ഈ 1.5 മാസം കൊണ്ട് ഒരു 4 ഇല എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല വളർച്ച ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ. ഈ രീതിയിലാണ് ഇതിനിപ്പോൾ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഇത് കാലിലേക്ക് കയറുമ്പോൾ നമ്മൾ അതിനെ കാലിലേക്ക് കെട്ടി വയ്ക്കും. അത് നമ്മൾ കാണിച്ചു തരാം. വേറെ വളർന്ന തൈകളുണ്ട്. അപ്പോൾ നമ്മളത് കാലിലേക്ക് കെട്ടി വയ്ക്കണമെന്ന് കാണിച്ചു തരാം. കാലിലേക്ക് കെട്ടി വയ്ക്കാൻ പറ്റിയ തൈകൾ പറഞ്ഞ പോലെ കാലിലേക്ക് കെട്ടാൻ പാകത്തിനായൊരു കൊടിയാണ് ഇട്ടത്. ഇതിനെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാം അട്ടക്കാലൊക്കെ വന്നിട്ടുണ്ട്. ഇത് എന്താ കുഴപ്പമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ആ അട്ടക്കാലൊക്കെ ചെറുതായതുകൊണ്ട്, പിന്നെ അത്യാവശ്യം മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതിനൊരു സപ്പോർട്ട്, ഇങ്ങനെ ഒരു ചെറിയൊരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ അട്ടക്കാല് വരുന്നിടത്ത് നമ്മൾ ഓരോ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ തുടക്കത്തിൽ ഈ കൊടികൾക്ക് വലിയ അട്ടക്കാലിന് ബലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊന്ന് കെട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞ് അത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേഫാണ്. അപ്പോൾ പിടിച്ചതിന് ശേഷമാണെങ്കിൽ ഈ സപ്പോർട്ട് പോയാൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ആ തുടക്കത്തിൽ അട്ടക്കാലി കാലുകളിൽ നിന്ന് പിടിക്കണ വരെ നമ്മളൊരു സപ്പോർട്ട് നമ്മൾ കൊടുത്തു പോണത് എപ്പോഴും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ആ കൊടി താഴെ വീണ് പോകാൻ സാധ്യതയുണ്ട്. അതിലൊരു പ്രോബ്ലം കൂടെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ അട്ടക്കാല് പിടിച്ചിട്ട് ആ കൊടി അതിൽ നിന്ന് വിട്ടു പോന്നു കഴിഞ്ഞാൽ പിന്നെ അട്ടക്കാല് പിടിക്കില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തുടക്കം മുതലേ നല്ല സപ്പോർട്ട് കൊടുത്ത് ആ കരുത്തുള്ള ഒരു അട്ടക്കാല് വരണ വരെ നമ്മൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കുഴപ്പമില്ല, സ്വന്തമായിട്ട് കാൽമ പിടിച്ച് കയറിപ്പോവും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും ഇത് കണ്ട, ഇതൊക്കെ ഇത്രയും കണ്ട, ഇങ്ങനെ 3 എന്താ പറയുക നെട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ 3നും നമ്മൾ ഇവിടെ ഒരു ചെറിയ ചാക്ക് ചരട്, അതായത് ഇത് വലുതാവുമ്പോൾ വണ്ണം വെക്കുമ്പോൾ പൊട്ടിപ്പോണ രീതിയിലുള്ള അത്രയും കനത്തിലുള്ളൊരു ചാക്കുനൂലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ വളമൊക്കെ ഇട്ട് വരുമ്പോൾ ഇനി കൂടുതൽ കരുത്ത് കാണിക്കുന്നതാണ് വിചാരിക്കുന്നത്. അതിനിപ്പോൾ ഇപ്പോഴത്തെ മഴ വന്നിട്ട് നമുക്ക് ഇപ്പോൾ വളം ചെയ്യാനൊന്നും പറ്റണില്ല. എന്താ കാരണം വെച്ചാൽ ഇത്രയും ഹെവി മഴയിൽ നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാൽ വളം മുഴുവൻ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതിന് ഡോളോമൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി pH ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് മണ്ണിൻ്റെ അതായത് pH കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനടി വളം ചെയ്യും. അപ്പോൾ ഇനി മഴയൊക്കെ മാറുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. അപ്പോൾ മഴയൊന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് ശേഷമേ വളം ചെയ്തിട്ട് നമുക്ക് കാര്യമുള്ളൂ. pH കുറഞ്ഞ മണ്ണിൽ നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെടികൾ ആ വളം വലിക്കില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾക്ക് കാശ് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഇവിടെ
ഇതൊരു കുരുമുളക് തൈയാണ്. ഇത് വെച്ച അന്ന് മുതൽ ഇത് ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്, ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. ഇത് ഉണങ്ങിയിട്ടൊന്നുമില്ല. നമ്മളപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ചുറ്റുള്ള പുല്ലുകളൊക്കെ ഒന്ന് ഇടയ്ക്ക് വലിച്ച് കളയൂട്ടോ മാനുവലായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ചെടിക്ക് നമ്മുടെ കൊടിക്ക് അത് തൊന്തരവ് ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വലിച്ച് കളയണത്. പലതരം നല്ല ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുന്ന സൈസ് കാട്ടുചെടികളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്കിവിടെ കാണാം. അപ്പോൾ ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇപ്പോൾ അത് ചെറിയൊരു കൂമ്പെടുത്ത് വരുന്നുണ്ട്. ഇത് ഏകദേശം 1.5 മാസമായിട്ട് ഈ ഒരു ചെടി ഇങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ. ഈ ഇലയൊക്കെ കണ്ട ചെറിയ പഴുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് എന്താ സംഭവം എന്ന് നമുക്കും അറിയില്ല. വെച്ചപ്പോൾ മുതൽ നമ്മൾ മണ്ണിൽ വെച്ചപ്പോൾ മുതൽ ഇത് ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കൂടയിലുണ്ടായിരുന്ന ആ മണ്ണിൻ്റെ ഇതിൽ നിന്നാണ് ഒരു ചെറിയ ഇല വന്നിട്ട് അത് സ്റ്റോപ്പായി. ഇനി ഇതിലൊരു ചെറിയ കൂമ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വരുന്നത്. എന്താ വെച്ചാൽ ഇത് നമ്മുടെ കൊളിബ്രീൻ എന്ന് പറഞ്ഞ സസ്യത്തിലാണ് ഈ തൈകളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് മണ്ണിൽ വേര് പിടിക്കാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് നമുക്ക് തൈ തന്നൊരു പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ അങ്ങനത്തെ കുറച്ച് തൈകൾ നമുക്ക് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നമ്മൾ നോക്കണം. ആയി വരുന്നത് നമ്മൾ ഇതുപോലെ കുറ്റി കൊടുത്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഉണ്ടാ. ഇത് നമ്മൾ കുറ്റി കൊടുക്കുമ്പോൾ ഇതിൻ്റെ കടയിൽ കുത്താത്ത രീതിയിൽ വേണം കുറ്റി സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ വേരിലൊക്കെ കുത്തുമ്പോൾ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ ഏകദേശം ഒരു 6 ഇഞ്ച് നട്ടോർത്തുനിന്ന് ഒരു 6 ഇഞ്ച് മാറിയിട്ടാണ് കുറ്റി തറച്ചിരിക്കുന്നത്. അതിന് ശേഷം ഒരു ചാക്ക് ചരട് തന്നെ നമ്മൾ സപ്പോർട്ട് എടുത്ത് ചെയ്യാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കിത് ഒരിക്കൽ നമ്മൾ നല്ലപോലെ ഇത് കാലിലേക്ക് അട്ടക്കാലൊക്കെ പിടിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ചാക്കുനൂലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ വലിയ ബലമുള്ള ചാക്കുനൂലൊന്നുമല്ല, വളരെ സാധാരണ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് തരുമ്പോൾ കെട്ടുന്ന ചാക്കുനൂലുണ്ടല്ലോ, അത്രയും കനം കുറഞ്ഞ ചാക്കുനൂലുകൾ ഉപയോഗിച്ചാൽ മതിയാവും. വലിയൊരു കനം ഉള്ള ചാക്കുനൂലൊന്നും വേണമെന്നില്ല. എന്താ കാരണം വെച്ചാൽ ഇത് പിൽക്കാലത്ത് ഇത് നശിച്ചു പോവേണ്ടതാണ് ഈ ചാക്കുനൂലൊക്കെ. പിന്നെ ഇതിൻ്റെ സ്വന്തം കരുത്തിൽ ഇത് പിടിച്ചു നിന്നോളും. അതുകൊണ്ട് തന്നെ നമ്മൾ ചാക്കുനൂലിലൊന്നും അധികം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് നമ്മൾ ചാക്കുനൂലൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് അളവെടുത്ത് ഇതിൽ കെട്ടി ഇതിങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും. ടൈറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ സ്ട്രോങ് ആയി. അതിന് ശേഷം നമ്മൾ ഈ തൈകൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിന് ബഡിന് ക്ഷീണം പറ്റാതെ നോക്കണം. അപ്പോൾ മെല്ലെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒടിച്ച് പറിച്ചൊന്നും എടുക്കാതെ വളരെ സേഫായിട്ട് തന്നെ നമ്മൾ ഇതിനെ സപ്പോർട്ട് കൊടുക്കണം. ഒരു ചെറിയൊരു പിടുത്തം കിട്ടിയാൽ മതി, പിന്നെ അത് തന്നെ കയറി പൊക്കോളും. ഇല്ലെങ്കിൽ ഇതിങ്ങനെ വെറുതെ ഒരു പരിധി വിട്ട് വളർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രാഫ്റ്റിന് ഇളക്കം സംഭവിക്കാനും അത് ചെടി കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കെട്ടി വയ്ക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് പടർന്ന് കഴിയുമ്പോൾ നേരിട്ട് കയറ്റിയാലും മതി. അപ്പോൾ ഈ തൈ എന്താ കാരണം വെച്ചാൽ നമ്മുടെ കാലിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ട് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനി മെല്ലെ കാലിൻ്റെ അടുത്തെത്തുമ്പോൾ കാലിലേക്ക് പിടിച്ച് കയറും. അപ്പോഴും നമ്മൾ ചെറുതായിട്ട് ഈ കാലിലേക്ക് കയറുമ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കണം. അത് തുടക്കത്തിൽ നല്ല സ്ട്രോങ്ങിൽ അട്ടക്കാല് പിടിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇവിടെ ഒരു തൈ, ഇതെന്താ സംഭവം എന്നറിയില്ല, നമ്മുടെ കൂമ്പ് കരിഞ്ഞു പോയിരിക്കുകയാണ്. ഇത് കണ്ട ഈ ഒരു തയ്യൻ്റെ ഒരു കൂമ്പ്, ഇതൊരു കൂമ്പ് എടുത്ത് വന്നാണ്, ഒറ്റ കൂമ്പ് എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഇത് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, കരിഞ്ഞു പോയി. പക്ഷെ മറ്റിലകൾക്കൊന്നും അത്ര ക്ഷീണം നമുക്ക് ഫീൽ ചെയ്യണില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തൈ വെച്ചതിന് ശേഷം ഫേസ് ചെയ്തു കേട്ടോ. അതായത് തുടക്കത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ഇലച്ചുരുളൻ രോഗമായിരുന്നു നമ്മുടെ ചെടികൾക്ക് ഉണ്ടായിരുന്നത്. ഇലച്ചുരുളൻ രോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് കണ്ട ഈ ഇലകളൊക്കെ കണ്ട, ഇതൊക്കെ ഒരുമാതിരി ചുരുണ്ട് വലിപ്പം കുറഞ്ഞ് ആ ഒരു രീതിയിലാണ് നിൽക്കണം. കണ്ട ഇതൊക്കെയാണ് ഈ ഇലച്ചുരുളൻ രോഗങ്ങൾ. അപ്പോൾ ഈ ഇലകട ഇത് കണ്ട ചുരുണ്ട് നിൽക്കണേ. അപ്പോൾ അങ്ങനത്തെ കേടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കേടൊക്കെ ഇപ്പോൾ പ്രസൻ്റിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ ഇല വരണതിനൊന്നും നമുക്ക് അത്ര ഒരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നില്ല. വേറൊരു ടൈപ്പ് ഇഷ്യൂ നമ്മൾ കണ്ടത് ഇലകൾ കരിഞ്ഞു പോവായിരുന്നു. അപ്പോൾ അതും ആ ഒരു പ്രോബ്ലം ഇപ്പോൾ നിന്നിട്ടുണ്ട്. അവിടെ നമ്മളൊരു ചെടി നേരത്തെ കണ്ടു, ഇല ചെറുതായിട്ട് കരിഞ്ഞത്. ആ ഒരു കരിച്ചിലല്ല, നമ്മുടെ ഇലയമൊക്കെ ഇങ്ങനെ പുള്ളിക്കുത്ത് വന്നിട്ട് കരിഞ്ഞു പോണ രീതിയിൽ അത് തൈകൾ ഡാമേജായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്കൊരു എന്താ പറയുക, ഒരു 230 തൈ മേടിച്ച ഒരു 10-30 തൈ നമുക്ക് ലോസായിട്ടോ. അപ്പോൾ
പലരും വീഡിയോസ് ഇടുമ്പോൾ ഈ ലോസിനെ കുറിച്ചൊന്നും പറയാറില്ല. അതിലെ വമ്പൻ പ്രോഫിറ്റുകൾ മാത്രമേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതുപോലെ ഇത് സക്സസ് ആയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് എല്ലാവരും പറയാറ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. എന്ത് ബുദ്ധിമുട്ട്, ഇതിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മളത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് കാരണം വേറൊന്നല്ല, നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അറിവോടുകൂടെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കെന്താ വെച്ചാൽ ഇവിടെ ഹിഡനാക്കാൻ വേറെ സംവിധാനങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ ഒരു കൃഷി ചെയ്യുന്നു, ആ കൃഷി ചെയ്യുന്നതോടൊപ്പം ഇത് മറ്റാരെങ്കിലും ഉപകരിച്ചോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എന്താ പറയുക, പ്രോബ്ലംസും നല്ല കാര്യങ്ങളും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആരും എന്താ പറയുക ചാടി കയറി ഇത് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യാൻ നിൽക്കണ്ട. ഒക്കെ ആലോചിച്ച് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് എങ്ങനെ ഈ PVC കുരുമുളക് ചെയ്യണം എന്ന് താല്പര്യം പ്രകടിപ്പിച്ച് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം, അതിനുശേഷം എനിക്ക് ഉള്ള പ്രോബ്ലംസൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇത് സക്സസ് ആയതിന് ശേഷം തുടങ്ങിയാൽ മതി എന്നാണ് ഞാൻ ഒരു സജഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് വേറെ നമ്മുടെ ഒരു സക്സസ് കൃഷിയാണ്, ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഇത് കണ്ട, ഇത് ഫുള്ള് പയറാണ്. പയറിൻ്റെ വലിപ്പം കണ്ട, ഏകദേശം എൻ്റെ ഒരു കയ്യിൻ്റെ വലിപ്പത്തിലേക്ക് പയർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ട, നമ്മുടെ ഈ ഫുള്ള് തോട്ടത്തിൽ ഇത്രയും ഇടയിൽ മാത്രമേ നമ്മളിത് ചെയ്തിട്ടുള്ളൂ. ഇത് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, നമുക്ക് എന്താ പറയുക, ഒരു ഇടവിള കൃഷി എന്നുള്ള രീതിയിൽ. അപ്പോൾ കുരുമുളക് ഇപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞാലേ നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു വരുമാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സമയം നമ്മുടെ ഈ തോട്ടത്തെയും തോട്ടത്തിലുള്ള മറ്റ് കാര്യങ്ങളെയും എങ്ങനെ നമുക്ക് മുതലാക്കി എടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു സംവിധാനം ഞാൻ പരീക്ഷിച്ച് നോക്കിയത് കേട്ടോ. ഇതിപ്പോൾ വളരെ സക്സസ് ആണ്. ഭയങ്കര കണ്ടിന്യൂസ് സംസാരിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു കൊറോണ വന്നതിന് ശേഷമാണെന്നുകൊണ്ട് ഭയങ്കര ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല, നമ്മൾ കുറേ നേരം സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ, അപ്പോൾ ഇത് നമ്മൾ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഇടവേള കൃഷി ചെയ്തത്. എന്തിനാന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ചെറിയ തൈ കുരുമുളകൾക്ക് ഒരു തണൽ വേണം. 2 നമ്മൾ ഈ തോട്ടം നമ്മൾ സജ്ജീകരിച്ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവിള കൃഷിയും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ടാണ്. അതായത് കുരുമുളക് മാത്രമല്ല, പല വക കൃഷി നമുക്ക് ഇതിൽ പ്ലാൻ ചെയ്യാം. അപ്പോൾ അതിനും കൂടിയുള്ള സ്ഥലം കണ്ടുകൊണ്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 1.5 വിട്ടിട്ടുള്ള ഗ്യാപ്പിലാണ് കുരുമുളക് ചെടി നട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ 1.5 വിട്ടിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ 2 കൊടി, ഈ 2 കുരുമുളക് ചെടിയാണ്. അപ്പോൾ ഇത് ഈ 2 പൈപ്പിലേക്ക് നീങ്ങും. അപ്പോൾ അടുത്ത പോർഷൻ വന്നിട്ട് എംപ്റ്റി ആണ്. അപ്പോൾ നമുക്ക് അവിടെയാണ് ഈ പയർ നട്ടിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അടുത്ത പോർഷനും നെക്സ്റ്റ് ഈ പോർഷനും എംപ്റ്റി ആണ്. അപ്പോൾ നമുക്ക് അവിടെയും ഇടവേള കൃഷി ചെയ്യാം. പക്ഷേ നമ്മുടെ എല്ലാ കാലുമയും, അതായത് എത്ര കാല് നമ്മൾ ചെയ്തിട്ടുണ്ടോ ആ കാലുമയും ഒക്കെ നമ്മൾ പൊടിയും കയറ്റിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൃഷി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എനിക്ക് തോന്നുന്നു പയറൊക്കെ ഒരു 4-5 മാസമൊക്കെ നമുക്ക് പയർ വിളവ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിലേക്കൊക്കെ നമുക്കൊരു ചെറിയ തണലായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായാലും ഇവിടെ സ്പ്രിങ്ക്ലറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല, നനയ്ക്കാനൊന്നും പ്രശ്നമില്ല. എന്തായാലും കുരുമുളക് നനയ്ക്കാണ്ട് പറ്റില്ല. എന്താ വെച്ചാൽ കൊളിബ്രീനത്തിൽ ബഡ് ചെയ്താണല്ലോ, നമുക്ക് ആവശ്യത്തിന് വെള്ളം കൊടുത്തേ പറ്റൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ പയറും മറ്റ് പച്ചക്കറികളും എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഈ ഇടയിൽ നമുക്ക് ഇടഭാഗം നമുക്ക് അതുപോലെ യൂട്ടിലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് ഈ കുരുമുളക് പടർന്നു കഴിഞ്ഞാൽ കാലിലേക്കൊക്കെ കയറി അത്യാവശ്യം പന്തലിച്ച് കഴിഞ്ഞാൽ ഈ മേളിലേക്ക് പടർന്നു പോണ തരത്തിലുള്ള ഈ പയറ് വഴുതനങ്ങ അല്ല, പയറ് പാവല് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുരുമുളക് വളർന്ന് കാലുമ്മ കയറണ വരെയാണ് നമുക്ക് ഇങ്ങനത്തെ പടർന്ന സംഭവങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഈ പയറ് വർഗ്ഗങ്ങളും മറ്റും പടരുന്ന പച്ചക്കറികൾ മാറ്റിയിട്ട് ഇതുപോലെ മുളക്, വഴുതനങ്ങ, വെണ്ടയ്ക്ക അങ്ങനത്തെ ചെറിയ ചെറിയ ചെടികൾ, വലിയ ഉയരം വെക്കാത്ത ടൈപ്പ് ചെടികൾ നമുക്ക് ഇതിൽ സജ്ജീകരിക്കാം. അപ്പോൾ അപ്പോഴും നമ്മൾ എന്തായാലും നമ്മൾ കുരുമുളക് നോക്കണം, കുരുമുളകിന് വളം ചെയ്യണം, വെള്ളം ഒഴിക്കണം. അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി ഇതും വളരും. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ പയറിനും വൺ റിസ്ക് തന്നെയായിരുന്നു കേട്ടോ. അത്ര എളുപ്പമൊന്നുമല്ല കാര്യങ്ങൾ. കൃഷി എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരം വേഗം അങ്ങോട്ട് ഇറങ്ങി ചെന്ന് ചെയ്ത് കഴിഞ്ഞാൽ കൃഷിയൊക്കെ വിജയിക്കും എന്നാണ് ആൾക്കാരുടെ വിചാരം. ഒരിക്കലും ഇല്ല, നല്ല കഷ്ടപ്പാടാണ്. നമ്മൾ ഇതിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നമ്മുടെ കണ്ണും കൈയും എത്തണം.
എങ്കിലേ നമ്മുടെ കൃഷി വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പയറിനും തുടക്കത്തിൽ ഇതേ രോഗങ്ങളുണ്ടായിരുന്നു. അതായത് ഇല ഇതിപ്പോൾ ഒരു ഒടിഞ്ഞ ഇലയാണ്, അത് ഇന്നലത്തെ കാറ്റത്ത് പോയതായിരിക്കും. ഇല ചുരുളണതും പിന്നെ ഒരു കറുത്ത പുഴു വരും. അത് വന്നിരുന്നിട്ട് ഈ പയറിൻ്റെ ഇലയൊക്കെ കടിക്കണ ഒരു ഇതുകളുണ്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് ഇപ്പോൾ കടിച്ചിട്ടുള്ളതല്ല, ഇത് ആദ്യം കടിച്ചിട്ടുള്ളതാണ്. ഇലയുടെ ഹോൾസ് കണ്ട. ഇപ്പോൾ നമ്മൾ മരുന്നൊക്കെ തെളിച്ചിട്ട് അത് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ഘോര വിഷമൊക്കെയാണ് ഞാൻ ഇതിൽ സ്പ്രേ ചെയ്യണത്. ഒന്നുമില്ല. അതായത് ജസ്റ്റ് നമ്മുടെ നീം ഓയിൽ ആണ് നമ്മൾ സ്പ്രേ ചെയ്യണതിൽ. അപ്പം നീം ഓയിൽ എന്ന് പറയുമ്പോൾ മറ്റ് വിഷങ്ങൾ അടിക്കണ പോലെ ഇത് അടിച്ചിട്ട് എന്താ പറയുക 10 ദിവസം 15 ദിവസം വെയിറ്റ് ചെയ്താൽ പറ്റില്ല. നീം ഓയിൽ നമ്മൾ അടിക്കുമ്പോൾ ഒരു 3-4 അല്ലെങ്കിൽ ഒരു 5 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ. എന്താ കാണിച്ചാൽ നാച്ചുറൽ അല്ലേ, പെട്ടെന്ന് അതിൻ്റെ ഗുണങ്ങൾ പോകും. അപ്പോൾ അങ്ങനെ അടിച്ചിട്ടാണ് ഇപ്പം ഈ പയർ വലിയ കേടൊന്നും ഇല്ലാണ്ട് ദോഷമൊന്നും ഇല്ലാണ്ട് നമുക്ക് പറിക്കാൻ പറ്റിയത്. ആയത് ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള പയർ പറിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായപ്പോഴേക്ക് ഏകദേശം ഒരു 1.5-2 കിലോൻ്റെ അടുത്ത് പയർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതൊരു ലാഭമാണ് നമ്മുടെ വീട്ടിലേക്ക് പച്ചക്കറികൾക്കോ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ തോട്ടം ഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുകയെന്ന്. അപ്പോൾ അങ്ങനെ പല ഉപകാരങ്ങളും നമുക്കിതിലുണ്ട്. അത് നമ്മൾ ഇതുപോലെയുള്ള തോട്ടങ്ങൾ ചെയ്യുമ്പോൾ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കിത് യൂട്ടിലൈസ് ചെയ്ത് നമുക്കതിനെ ഒരു രീതിയിലേക്ക് ഒരു കോർഡിനേഷനിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പടർന്ന ടൈപ്പ് സാധനങ്ങൾ വിടുമ്പോൾ ഈ കൊടിയുടെ ഇതിലേക്ക് ഇത് പടർന്ന് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം കൊടി നമുക്ക് പിന്നീട് കാലുമ കയറി കഴിഞ്ഞാൽ കൊടി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കൊടിക്കാലുമ വരണം നമ്മളെടുത്ത് മാറ്റി വിടണം. പിന്നെ ഇത് കറക്റ്റായിട്ട് സേഫായിട്ട് എപ്പോഴും പടർത്തി വിട്ടുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. അപ്പോൾ നമുക്കിത് പിന്നീട് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ കൊടി പടർത്തി കാലുമിലേക്ക് ഇത് പടരാണ്ട് നോക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ കൊടി നമുക്കിവിടെ കെട്ടാറായിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സൈസ് നോക്കിയിട്ട് മാക്സിമം നമ്മളത് കെട്ടുമ്പോൾ സൈസൊക്കെ നോക്കി അത് താഴ്ത്തി വെച്ചെന്നെ കെട്ടണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊടി മാക്സിമം നല്ല താഴേന്ന് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിവശത്തെ കായില്ലാത്ത ഭാഗത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയും. അതിനാണ് ഏറ്റവും താഴ്ത്തുനിന്ന് തന്നെ കൊടി കെട്ടി പോകണമെന്ന് പറയുന്നത്. കണ്ട, ഇതുപോലെ നമ്മൾ ഊരക്കുടുക്കാണ് ഇടുക. ഊരക്കുടുക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് വലുതാവുമ്പോൾ കൊടി വലുതാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വണ്ണം വയ്ക്കുമല്ലോ. വണ്ണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുടുക്കിയിൽ നിന്ന് അത് ഊർന്ന് പോന്ന് ഈ കയറ് കാലക്രമേണ തന്നെ പൊക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഊരക്കുടുക്കിട്ട് കെട്ടണം കേട്ടോ. ടൈറ്റ് ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാവും. അപ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ബലം കുറഞ്ഞ ചരടുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ വേരൊക്കെ പിടിച്ച് തന്നെ കയറി പോകുമ്പോൾ ചാക്ക് ചരട് പൊട്ടേ നശിച്ചു പോവേ അങ്ങനെ അത് ഫ്രീ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒരു വിഷയമില്ല. അങ്ങനെ കണ്ട, ഇതിപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തോട്ടത്തിൽ പോയിട്ട് നോക്കണം ഇതിപ്പോൾ ഏതൊക്കെ തൈയാണ് ഇതിൽ കാലിൽ കയറായിട്ടുള്ളത് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ മെല്ലെ അതൊക്കെ വെച്ച് കാലുമ വെച്ച് കെട്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലൊരു ചെറുതായിട്ടൊരു അബദ്ധം പറ്റി. അതെന്താണെന്നുണ്ടെങ്കിലേ, നമ്മൾ കൊടി തുടക്കത്തിൽ തൈ നട്ടപ്പോൾ ഈ കാലായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കുറച്ച് കൂടുതൽ വെച്ച് കൊടുത്തു. അതിപ്പോൾ നമുക്കൊരു ചെറിയൊരു ഫോൾട്ടായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് കാലിൽ നിന്ന് അധികം ഡിസ്റ്റൻസിൽ തൈ വയ്ക്കാൻ പാടില്ല. നമുക്കിത് പറ്റാൻ കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഈ കാലിൻ്റെ ചോട്ടിൽ കുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വിട്ട് വേരോട്ടത്തിന് വേണ്ടിയാണ് ചെയ്തത്. പക്ഷേ കുഴിയും കാര്യങ്ങളൊക്കെ എടുത്തു വന്നപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഡിസ്റ്റൻസ് ഒന്ന് കൂടിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഓക്കെ, നമ്മളത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. കാലിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സേഫാവും. ബഡും കാര്യങ്ങളൊക്കെ പോവാണ്ട് വലിയ കാര്യമായിട്ട് അനക്കം സംഭവിക്കാണ്ട് നമ്മൾ ഇത് കെട്ടിക്കൊടുക്കണതാണ് എപ്പോഴും നന്നാവുക. കടയ്ക്ക് വരുന്ന പുല്ലൊക്കെ നമ്മൾ കൈകൊണ്ട് പറിച്ച് കളയുക ചെയ്യാട്ടോ. ഒരു കാരണവശാലും ഇതിൽ കളനാശിനി പോലെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കരുത് തോട്ടം. എന്തൊക്കെ കാരണം വെച്ചാൽ ഇത് കാലക്രമേണ അത് കേടായി പോകാനുള്ള സാധ്യത കളനാശിനിയൊക്കെ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ മാക്സിമം വരുന്ന പുല്ല് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് നമ്മൾ വീഡ് മാറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡ് മാറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ടൊന്നും പുല്ല് വരില്ല. അപ്പോൾ ഇതിൻ്റെ താഴ്വശങ്ങളിൽ മാത്രമാണ്, അതായത് വീഡ് മാറ്റ് കെടുക്കാത്ത ഭാഗങ്ങളിൽ മാത്രമാണ് പുല്ല് വരുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം. അതൊന്നും നമ്മൾ മാനുവലായിട്ട് കൈകൊണ്ട് പറിച്ച് കളയണം. അതാണ് സേഫ്. കൊടി ഇങ്ങനെ താഴെ കിടന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് എപ്പോഴും മേളിൽ കയറ്റി കെട്ടി സേഫാക്കി വെക്കണം. കാരണം
വേറൊന്നല്ല, താഴെ കിടന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അത് പിന്നീട് നമുക്ക് പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കൊടി താഴെ കിടന്നിട്ടാണ് ഇങ്ങനൊരു ബെൻഡായത്, നമ്മൾ ശ്രദ്ധിച്ചില്ല. എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു 2 ആഴ്ചയായിട്ട് റെസ്റ്റിലായിരുന്നു. അപ്പോൾ നമുക്ക് തോട്ടത്തിലേക്ക് അങ്ങനെ വരാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നുണ്ട്. എനിവേ നമ്മളിത് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ പിന്നെ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ചെയ്യാണ്. പറ്റുന്ന ഭാഗത്ത് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ കെട്ടിവിടാനേ പറ്റുള്ളൂ. എന്താ വെച്ചാൽ കൊടി അവിടെ വെച്ച് ബെൻഡായി. എന്താ പറയുക, വെയിലില്ലാത്തതുകൊണ്ടാണെന്നുകൊണ്ട് പുതിയ തളിരുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ വെയിലുണ്ടെങ്കിൽ അതെടുത്ത് പെട്ടെന്ന് കയറി വരുള്ളൂ. എന്നാൽ വെയിൽ കൂടിയാലും നമ്മുടെ ആൾക്ക് ചെറിയ പ്രശ്നമുണ്ട് തുടക്കത്തിൽ, അപ്പോൾ അതും ശ്രദ്ധിക്കണം. അപ്പോൾ വെയിൽ എല്ലാ ആവശ്യത്തിനാണല്ലോ നല്ലത്. അധികമായാലും കുറവായാലും പ്രശ്നം തന്നെയാണ്. ആ തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നോക്കില്ലേ, അതിൻ്റെ കയ്യും കാലും വളർന്നോ, എന്താ പറയുക, ജലദോഷമുണ്ടോ, തുമ്മലുണ്ടോ, പനിയുണ്ടോ എന്നൊക്കെ നോക്കില്ല. അതുപോലെ തന്നെ ഇതും നോക്കി കൊണ്ടുവരണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഈ തോട്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത് വളരെ ഈസിയാണെന്നൊന്നും വിചാരിച്ച് ഇതിലേക്ക് ചാടി ഇറങ്ങണ്ട. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇതിനുണ്ട്. ഓരോ തൈയിൻ്റെ കടയ്ക്കും നമ്മൾ പ്രത്യേകം ചെല്ലണം. എങ്കിലേ നമുക്ക് ഈ തൈകളൊക്കെ കൃത്യമായിട്ട് വളരുന്നുണ്ടോ, വളർച്ചയും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ പറ്റുള്ളൂ.